എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 88-ാം ദിവസം. ഇന്ന് 871 മുതൽ 880 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ബഹുർമുഖ സുദുർലഭായേ നമഃ. ഓം ത്രയേ നമഃ. ഓം ത്രിവർഗനിലയായേ നമഃ. ഓം ത്രിസ്ഥായേ നമഃ. ഓം ത്രിപുരമാലിന്യേ നമഃ. ഓം നിരാമയായേ നമഃ. ഓം നിരാലംബായേ നമഃ. ഓം സ്വാത്മാരാമായേ നമഃ. ഓം സുധാശ്രുത്യേ നമഃ. ഓം സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ബഹുർമുഖ സുദുർലഭായേ നമഃ. ഓം ത്രയേ നമഃ. ഓം ത്രിവർഗ നിലയായേ നമഃ. ഓം ത്രിസ്ഥായേ നമഃ. ഓം ത്രിപുര മാലിന്യേ നമഃ. ഓം നിരാമയായേ നമഃ. ഓം നിരാലംബായേ നമഃ. ഓം സ്വാത്മാ രാമായേ നമഃ. ഓം സുധാശ്രുത്യേ നമഃ. ഓം സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥമെന്ന് നോക്കാം. ഓം ബഹുർമുഖ സുദുർലഭായേ നമഃ. ബഹുർമുഖ സുദുർലഭ എന്ന് പറഞ്ഞാൽ ദേവിയെ പുറത്തു തിരഞ്ഞാൽ ലഭിക്കാൻ പ്രയാസമാണ്. ദേവി നമ്മുടെയൊക്കെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മൾ ദേവിയെ കാണണമെങ്കിൽ എങ്ങനെ വേണം? മനസ്സിൽ ഏകാഗ്രമാക്കി വെക്കണം. മനസ്സിൽ ദേവിയുടെ സ്വരൂപം ഏകാഗ്രമാക്കി വെച്ചെങ്കിലേ നമുക്ക് ദേവിയെ കാണാൻ പറ്റൂ. ദേവിയെ പുറത്തു തിരഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പ്രയാസമാണ്. ഓം ത്രയേ നമഃ. ത്രയി എന്ന് വെച്ചാൽ 3 വേദങ്ങളിലും ചേർന്ന് നിൽക്കുന്നവൾ, അല്ലെങ്കിൽ 3 ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങളിൽ ചേർന്നിരിക്കുന്നവളാണ്. അല്ലെങ്കിൽ ഈ 3 വേദങ്ങളുടെ സാരം എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. വേദങ്ങളെന്ന് പറയുന്നത് തന്നെ ദേവിയാണ്. ആ 3 വേദങ്ങൾ ചേർന്നിരിക്കുന്നവൾ, അല്ലെങ്കിൽ 3 വേദങ്ങളായി തീർന്നവൾ ദേവി. ത്രിവർഗ നിലയായി നമ. ത്രിവർഗം എന്ന് വെച്ചാൽ പ്രണവം, ആ ഓ 3 3ൻ്റെ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം നിലയമായിരിക്കുന്നവൾ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അത് 3 എണ്ണമാണ്. 3ആയിട്ട് എന്തുണ്ടോ, ഈ ലോകത്തുള്ള 3ആയിട്ടുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ദേവിയാണ്. ഈ 3 ലോകങ്ങളിലും അധിവസിക്കുന്നവൾ ദേവി. ഓം ത്രിപുരമാലിന്യേ നമ. ത്രിപുരമാലിനി, ശ്രീചക്രത്തിലെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി. ഈ ദേവി തന്നെയാണ് ത്രിപുരമാലിനിയും. ഓം നിരാമയായേ നമ. നിരാമയം, ആമയം എന്ന് വെച്ചാൽ ദുഃഖം, ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അലട്ടാത്തവൾ, ദുഃഖങ്ങളില്ലാത്തവൾ. ഒരിക്കലും ദേവിയെ ദുഃഖങ്ങൾ അലട്ടുന്നില്ല. ദേവിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല ദേവിയോട് ചേർന്ന് നിന്നാൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത്? അതാണ് നിരാമയ. ദുഃഖങ്ങൾ അലട്ടാത്തവളാണ് ദേവി. നിരാലംബായേ നമ. തൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടാത്തവളാണ് ദേവി. അപ്പം മറ്റൊന്നിനെ നമുക്കാണെങ്കിൽ എന്ത് വേണം? നമുക്കൊരു സന്തോഷിക്കണമെങ്കിൽ ഒരു ബാഹ്യ കാരണം വേണം. ദേവിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവി നിരാലംബയാണ്. നിരാലംബയെന്ന് വെച്ചാൽ തൻ്റെ നിലനിൽപ്പിനായി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടാത്തവളാണ്. നമുക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ, ഒന്ന് ചിരിക്കണമെങ്കിൽ നമുക്കൊരു കാരണം വേണം. അപ്പോൾ എന്താണ്? ബാഹ്യമായ കാരണം വേണം നമുക്ക് സന്തോഷിക്കണമെങ്കിൽ. അങ്ങനെ ദേവി എന്താണ്? ദേവി നിരാലംബയാണ്. നിരാലംബ എന്ന് പറഞ്ഞാൽ തൻ്റെ നിലനിൽപ്പിനായി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടാത്തവൾ. ഓം സ്വാത്മാ രാമായേ നമ. ആത്മാവിൽ രമിച്ചിരിക്കുന്നവൾ, തൻ്റെ ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്നവളാണ് ദേവി. തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നവൾ. ദേവി ആലംബമില്ലാത്തവളാണ്. ഉള്ളിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവളാണ് ദേവി. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ദേവിയുണ്ട്. നമ്മുടെ ഉള്ളിലെ ആനന്ദം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ
നമുക്കെന്ത് നമുക്ക് ദേവി അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ആനന്ദം ഉള്ളിൽ നിന്നും തോന്നുകയുള്ളൂ. ദേവി തൻ്റെ ആത്മാവിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നവളാണ്, ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്നതാണ്. അതാണ് സോ ആത്മാ രാമ എന്ന് പറയുന്നത്. ഓം സുധാശ്രുത്യേ നമ. സുധാശ്രുതി അമൃത ഒഴുക്കുന്നവൾ. കുണ്ടലിനി ശക്തിയിൽ നിന്നും പോയി ചന്ദ്രമണ്ഡലത്തിൽ നിന്നാണ് അമൃതൊഴുകുന്നത്. ആ അമൃതൊഴുകുമ്പോൾ സാധകന് ആനന്ദമാണ്, അങ്ങനെ ആനന്ദത്തെ കൊടുക്കുന്നു. അങ്ങനെ അമൃതൊഴുക്കുന്നവളാണ് ദേവി. തൻ്റെ സാധകനെ ആനന്ദത്തിൽ ആറാടിക്കുന്നവളാണ് ദേവി. ഇനിയും ഓം സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമ. സംസാര പങ്കമെന്ന് വെച്ചാൽ ഈ സംസാരമാകുന്ന ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ആളുകളെ, ആ ചതുപ്പ് നിലത്തിൽ നിന്നും ആളുകളെ കൈ പിടിച്ചുയർത്തുന്നവളാണ് ദേവി. എങ്ങനെ കൈ പിടിച്ചുയർത്തുന്നത്? നമുക്ക് സാധാരണ ആളുകൾക്ക് എന്താണ്, ഈ സംസാരമാണല്ല, ഈ ലോകമാണല്ല, ഇവിടുത്തെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ നേരിൽ കാണുന്നതാണെല്ലാം, അവിടാണ് സന്തോഷം കിട്ടുന്നത് എന്ന് ധരിച്ചു നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരെ ദേവി കൈ പിടിച്ചുയർത്തുകയില്ല. എന്നെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും, എന്നെ ഈ ചെളിക്കുണ്ടിൽ നിന്നും എന്നെ രക്ഷിക്കണേ ദേവി എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നവരെ മാത്രമേ ദേവി പിടിച്ചുയർത്തുകയുള്ളൂ. അല്ലാതെ എല്ലാവരെയും ഒന്നും ദേവി കൈ പിടിച്ചുയർത്തുകയില്ല. അപ്പം നമുക്ക് ഈ സംസാരമാണ് ഏറ്റവും വലുത്, ഈ ലോകത്തിലെ സുഖങ്ങളാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ ദേവി കൈ പിടിച്ചുയർത്തുകയില്ല. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് കൈ ഉയർത്തി ദേവിയോട് പറയുന്നവരുടെ കൈയാണ് ദേവി പിടിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഉദ്ധരിക്കുന്ന പണ്ഡിതയാണ് ദേവി. എന്ന് വെച്ചാൽ അവർക്ക് അറിവ് കൊടുക്കുന്നു. ഈ സംസാരമെന്ന് പറയുന്നത് എന്താണ്? വെറും മായയാണ്. ഇതൊരു ചെളിക്കുണ്ടിന് തുല്യമാണ്. ഈ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളവരെ ദേവിയെ ആശ്രയിക്കുക. ദേവിയെ ആശ്രയിക്കുമ്പോൾ ദേവി അവൻ്റെ കൈ പിടിച്ച് ഉയർത്തുന്നു. അപ്പോൾ ഇങ്ങനെ ദേവിയുടെ ഒരു പുതിയ നാമങ്ങളിൽ കൂടെ പുതിയ അറിവുകളും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ദേവിയിലേക്ക് അടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അടുക്കുമ്പോൾ മാത്രമേ നമ്മൾ വെറുതെ നാമം പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞ് പോയാൽ പോരാ, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ അതിനെ ദേവി പറയുന്നത് പോലെ ഏകാഗ്രമാക്കി വെക്കണം. ദേവിയെ നമ്മൾ ഏകാഗ്രമാക്കി വെച്ചെങ്കിലേ നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടുകയുള്ളൂ. അങ്ങനെ യഥാർത്ഥ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ദുഃഖമോ ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല. അതുപോലെ നമ്മൾ ദേവിയോട് കൂടുതൽ അടുക്കുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ദേവീപ്രസാദമാണ് വേണ്ടത്. ദേവീപ്രസാദത്തിന് വേണ്ടി നമുക്ക് ദേവിയെ, നമ്മുടെ ഈ പ്രപഞ്ചമാതാവിനെ നമുക്ക് സ്തുതിക്കാം. ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ അമ്മയെ സ്തുതിക്കാം, പൂജിക്കാം. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.